നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ പൊളിച്ചടുക്കിയ തുടക്കമിട്ട FC ബാഴ്സലോണക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുട്ടിടിക്കുന്ന തുടക്കം. അവർ പൊട്ടിയിരിക്കുന്നു. മൊണോക്കയോട് 2-1 തോറ്റിരിക്കുന്നു. ഇത്തവണ സീസണിന് മുന്നോടിയായി നടന്ന ജോയിൻ ക്യാമ്പർ ട്രോഫിയിൽ 3-0 ബാഴ്സയെ തോൽപ്പിച്ച ടീമാണ് AS മൊണാക്കോ. ഇപ്പോഴത്തെ ഒഫീഷ്യൽ മത്സരത്തിലും അത് ആവർത്തിച്ചിരിക്കുകയാണ്. 2-1 വിജയം മൊണാക്കോ നേടുമ്പോൾ അവർക്ക് വേണ്ടി മാഗ്നസ് അക്വിലിച്ചും ജോർജ് എലിനിക്കനയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ബാഴ്സലോണയുടെ ഗോൾ അവരുടെ ജം ലാമിൻ യമാലിന്റെ വകയായിരുന്നു. മത്സരത്തിൽ പക്ഷെ ബാഴ്സക്ക് തോൽവി എന്നുള്ളത് സംഭവിച്ചത് മാർക്ക്-ആന്ദ്രേ ടെർ സ്റ്റെഗൻ കാരണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 10ാമത്തെ മിനിറ്റിൽ എറിക് ഗാർഷ്യക്ക് റെഡ് കാർഡ് ലഭിച്ചതിന്റെ ഉത്തരവാദി തീർച്ചയായിട്ടും ടെർ സ്റ്റെഗൻ മാത്രമാണ്. ടെർ സ്റ്റെഗൻ ആ ഒരു പന്ത് പാസ് കൊടുക്കാൻ 2 സൈഡിലും ഫ്രീ ആയിട്ട് ആളുണ്ടായിരുന്നു. എന്നിട്ടാണ് മാർക്ക് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഗാർഷ്യയിലേക്ക് പന്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒടുവിൽ അദ്ദേഹത്തിന് മിനാമിനോയെ ഫൗൾ ചെയ്യേണ്ടി വന്നു. അതിന്റെ റിസൾട്ടായിട്ട് ഡയറക്റ്റ് റെഡ് കാർഡ് കിട്ടിയ എറിക് ഗാർഷ്യ പുറത്തേക്ക് പോയി. 10 പേരായിട്ട് 10ാമത്തെ മിനിറ്റിൽ ചുരുങ്ങി പോകുന്നു ബാഴ്സലോണ. എന്നിട്ടും പിന്നീട് അവർ പോരാടാൻ ശ്രമിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. 16ാമത്തെ മിനിറ്റിലാണ് മാഗ്നസ് അക്വിലിച്ചിലൂടെ മൊണാക്കോ ലീഡ് എടുക്കുന്നത്. ആ ഒരു ഷോട്ട് നോക്കി നിൽക്കാൻ മാത്രമേ ടെർ സ്റ്റെഗന് കഴിഞ്ഞുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. കളിയുടെ 28ാമത്തെ മിനിറ്റിൽ ലാമിൻ യമാൽ കിടിലൻ ഒരു ഗോളിലൂടെ ബാഴ്സലോണയെ ഒപ്പമെത്തിച്ചു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ 1-1 എന്ന രൂപത്തിൽ മത്സരം സമനിലയായിരുന്നു. 10 പേരായിട്ടും ബാഴ്സലോണ പൊരുതുന്നു. പക്ഷേ 71ാമത്തെ മിനിറ്റിൽ ബാൻഡസിന്റെ അസിസ്റ്റിൽ നിന്ന് ജോർജ് എലിനിക്കാന ഗോൾ അടിച്ചതോടെ മൊണാക്കോ വിജയം ഉറപ്പാക്കുകയായിരുന്നു. ഏതായാലും 5 മത്സരങ്ങൾ വിജയിച്ച് ലാലിഗയില് കിടിലൻ തുടക്കമിട്ട ബാഴ്സലോണക്ക് ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പരാജയത്തോടെ തുടങ്ങേണ്ടി വന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.